ഹലോ റിവാൻ മുഫിദ യുവർ മൈൻഡ് ആൻഡ് ലൈഫ് ട്രാൻസ്ഫോർമേഷണൽ കോച്ച്. എല്ലാവരും നമ്മുടെ മാജിക്കൽ പ്രാക്ടീസിന്റെ മാജിക്കൽ ജേണിയിലാണ്. ഇന്ന് നമ്മുടെ 14ാമത്തെ ദിവസമാണ്. 13 ദിവസം നമ്മൾ പ്രാക്ടീസ് ചെയ്തു എന്ന് ഉറപ്പ് വരുത്തിയിട്ട് 14ാമത്തെ ദിവസത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് പ്രാക്ടീസ് ചെയ്താൽ മതി എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ ജേണിയിലെ ഒരു പാർട്ടായിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുക ചെയ്യുന്നത്. ഗ്രാറ്റിറ്റ്യൂഡ് മാജിക്കൽ പ്രാക്ടീസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് 28 ഡേയ്സ്. അതിൽ നിന്ന് പറഞ്ഞ പോലെ തന്നെ 14ാമത്തെ ദിവസമാണ് ഇന്ന്. അപ്പോൾ നമ്മളുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ലൈഫിൽ ഒരുപാട് പേര് മാറ്റങ്ങൾ കൊണ്ടുവരുത്തണം, ലൈഫിൽ ഇങ്ങനെ ഒന്നും പോയാൽ പോരാ, ട്രാൻസ്ഫോർമേഷൻ വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുടെ ഒരു കൂട്ടത്തിൽ ഒരു ജേണിയിൽ സ്റ്റാർട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യേണ്ടത്. അതായത് ആഗ്രഹങ്ങളൊക്കെ ഫുൾഫിൽ ചെയ്യണം, സ്വപ്നങ്ങളൊക്കെ നേടിയെടുക്കണം, ഇപ്പോഴുള്ള ലൈഫിൽ നിന്ന്, ഇപ്പോൾ റിയാലിറ്റിയിൽ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസിൽ നിന്ന് മാറി ലൈഫിൽ ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അതിൽ ഫർദർ ഡീറ്റെയിൽസും കാര്യങ്ങളും ക്ലാസ്സുകളും സെഷൻസും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മാജിക്കൽ ആയിട്ടുള്ള ഒരു ജേണിയാണ് ഇവിടെ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അതിന്റെ കണ്ടിന്യൂയിറ്റി ആണ് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ 14ാമത്തെ ദിവസം നമ്മൾ 13 ദിവസം, അതായത് 12 ദിവസം നമ്മൾ എന്താ ചെയ്തത്? 12 ദിവസം ആദ്യം നമുക്ക് ഉള്ളതിൽ നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ടിരുന്നു. ഉള്ള ഓരോ അനുഗ്രഹങ്ങളിലും ഓരോ ഏരിയ എടുത്ത് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്തു. 13ാമത്തെ ദിവസം നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ അഡ്വാൻസ് ചെയ്തിട്ട്, അതായത് ഇനി ആഗ്രഹങ്ങളിൽ കിട്ടാൻ ആഗ്രഹിക്കുന്ന ഓരോരോ കാര്യങ്ങൾ വെച്ച് അതിന് അഡ്വാൻസ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ പല ആളുകളും ലോജിക്കലി തിങ്ക് ചെയ്യുന്ന ആളുകളെ ഗ്രൂപ്പ്, ഞാനും അങ്ങനെ തന്നെയായിരുന്നു. ലോജിക്കലായി തിങ്ക് ചെയ്തുകൊണ്ട് ഇതെങ്ങനെ ഇത് എന്തുകൊണ്ടും ചിന്തിക്കുന്ന ആളായിരുന്നു. പക്ഷെ ലോജിക്കൽ തിങ്കിൽ നിന്ന് മാജിക്കൽ തിങ്കിങ്ങിലേക്ക് വന്നപ്പോഴാണ് എന്റെ ലൈഫിൽ ടോട്ടലി ഷിഫ്റ്റ് ചെയ്യാൻ ഒരു കാരണമായത് എന്നുള്ളതാണ്. ഇപ്പോഴും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ആദ്യം ഉള്ളതിനോടൊക്കെ നന്ദി പറഞ്ഞു, പിന്നെ കിട്ടാണ്ട് ഉള്ള നേടിയെടുക്കേണ്ട ആഗ്രഹങ്ങൾക്ക് അഡ്വാൻസ് ആയിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക എന്നൊക്കെ പറയുമ്പോൾ പല ആളുകൾക്കും പല തിങ്കിങ്ങിലൂടെ ആയിരിക്കും പോകുന്നത്. പക്ഷേ ആ ലോജിക്കൽ തിങ്ക് അവിടെ മാറ്റി വെച്ച് മാജിക്കൽ തിങ്കിങ്ങിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ജേണി നിങ്ങൾക്കുള്ളതാണ്. അതിൽ നിങ്ങൾ ഓരോന്ന് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് വരും. നല്ല സാഹചര്യങ്ങളും നല്ല അനുഭവങ്ങളും നല്ല വ്യക്തികളും ഇതൊക്കെ നിങ്ങൾ അട്രാക്ട് ചെയ്തുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതിന്റെ ഒരു ഭാഗമായി ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ ജേണി ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈ 28 ഡേയ്സ് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ നമ്മളുടെ ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്ത് ഇത്തരത്തിലുള്ള വിസ്ഡമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ലൈഫിൽ മാറ്റങ്ങൾ കൊണ്ടുവരുത്താനുള്ള ടിപ്സുകളും മോട്ടീവായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ട്രാൻസ്ഫോർമേഷൻ വിസ്ഡംസും റീപ്രോഗ്രാമിംഗ്, ഇപ്പോൾ മൈൻഡ് റീപ്രോഗ്രാമിങ്ങിന്റെ ഒരു പാർട്ടാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് എന്നുള്ളത്. ഈ 28 ഡേയ്സ് മൈൻഡ് റീപ്രോഗ്രാമിങ്ങിന്റെ ഒരു പാർട്ട് തന്നെയാണ്. അപ്പോൾ ഈ ജേണി നിങ്ങൾ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നമ്മളെ പ്രാക്ടീസിലേക്ക് കടക്കുകയാണ്. 14ാമത്തെ ദിവസത്തെ പ്രാക്ടീസ്. ഇന്നലെ നമ്മൾ ഇമാജിനേഷന്റെ പവർ പറഞ്ഞിട്ടുണ്ട്. ഇമാജിനേഷൻ തന്നെക്കാൾ കൂടുതൽ വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര യൂസ്ഫുൾ ആയിക്കോളും. അതായത് എല്ലാവരും കേട്ട് പരിചയമുള്ളതും ആ വേർഡ് ആയിരിക്കും. അപ്പോൾ വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിഷ്വൽ ചെയ്യുക, അതായത് ഓൾറെഡി നമ്മൾ ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ നേടിയെടുത്തതായിട്ട് നമ്മൾ ഫീൽ ചെയ്യുക, അതിനെ റീക്രിയേറ്റ് ചെയ്യുക എന്നതാണ് വിഷ്വലൈസേഷൻ. അപ്പോൾ വിഷ്വലൈസേഷനെ കുറിച്ച് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അഡ്വാൻസ് ആയിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുമ്പോൾ നമ്മൾ അത് കിട്ടിയതായിട്ട് ഫീൽ ചെയ്യുക, കിട്ടിയതായിട്ട് വിഷ്വലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നലത്തെ നമ്മളെ ടൂൾ വന്നിരുന്നത്. അപ്പൊ ഇന്നലെ നമ്മൾ പ്രാക്ടീസ് ചെയ്തത് പോലെ തന്നെ ഇന്നത്തെ പ്രാക്ടീസ് എന്ന് പറയുന്നത്, നമ്മള് ഇന്നത്തെ പ്രാക്ടീസ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും ഉണ്ട് ഇമാജിനേഷൻ പവർ. പക്ഷേ നമ്മൾ അത് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ് അധികം ഉപയോഗിക്കുന്നത്. കാരണം എന്തെങ്കിലും ഒരു ഇന്റർവ്യൂ ഉണ്ടെങ്കിൽ ആ ഇന്റർവ്യൂ നമ്മൾ ടെൻഷൻ അടിച്ചത് എന്താവും, എങ്ങനെയാവും, ഞാൻ ഒരു ചോദിക്കുന്ന ചോദ്യം എനിക്ക് കിട്ടുമോ കിട്ടൂലേ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ടാണ് നമ്മൾ എല്ലാ കാര്യത്തിനും നോക്കിക്കാണുന്നത്. അതുകൊണ്ട് ഇന്നത്തെ ഈ 14ാമത്തെ ദിവസത്തെ പ്രാക്ടീസ് എന്ന് പറയുന്നത്, ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആ ഡേ എങ്ങനെ ആയിരിക്കണം. അപ്പോൾ ഒരു മോർണിംഗിൽ എഴുന്നേറ്റ ഉടനെ നമ്മൾ വിഷ്വലൈസേഷൻ ഉപയോഗിക്കണം. ആ ഡേ എങ്ങനെ ആയിരിക്കണം, ആ ഡേയിൽ നമുക്കുള്ള, ഇപ്പോൾ നമ്മൾ ടു ഡു ലിസ്റ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ ആ ഡേ എന്തൊക്കെ ചെയ്യണം, അത് എത്ര എത്ര ആൾ മീറ്റ് ചെയ്യണം, എത്ര കസ്റ്റമേഴ്സിനെ മീറ്റ് ചെയ്യണം,
അതിപ്പോ സെയിൽസിലൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ പല ആളുകളെ മീറ്റ് ചെയ്യേണ്ടി വരും അവരോട്. അങ്ങനെ ഓരോരുത്തരുടെ ജോബിക്ക് അവരുടെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും അന്നത്തെ കാര്യം. അപ്പൊ ആ ഡേയിൽ ഉള്ള ഓരോ കാര്യങ്ങളും നമ്മൾ വിഷ്വലൈസ് ചെയ്തിട്ട് താങ്ക് യു താങ്ക് യു താങ്ക് യു എന്നുള്ളത് ഫീൽ ചെയ്യണത്. ആ ദിവസം ഉണ്ടായിട്ടുള്ള എന്തിന് നമ്മൾ നൈറ്റ് കിടന്നുറങ്ങാൻ പോകുമ്പോൾ മാജിക്കൽ സ്റ്റോൺ ഉപയോഗിക്കുന്ന സമയം വരെയുള്ള കാര്യങ്ങൾ നമ്മൾ മോർണിംഗിൽ വിഷ്വലൈസ് ചെയ്യണം. ഈ ഒരു കാര്യങ്ങൾ ചെയ്ത് അത് ക്ലിയർ ആയതിന്, അതായത് നമ്മൾ ആ ഡേയിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും. ഇപ്പൊ നമ്മൾ ടു ഡു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഡേ ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ടു ഡു ലിസ്റ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ, ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടു ഡു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം എന്നൊക്കെ. കാരണം നമുക്ക് ആ ഡേ ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങളിലൊക്കെ ഒരു ഫോക്കസും ഒരു ക്ലാരിറ്റിയും കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടു ഡു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് തന്നെ കറക്റ്റ് ടൈമൊക്കെ ചെയ്ത് സെറ്റ് ചെയ്ത് പോകുന്നത്. അപ്പോൾ അത് നമ്മൾ വിഷ്വലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ആ ഒരു ഡേനെ നമ്മൾ വിഷ്വലൈസ് ചെയ്തിട്ട് മോർണിംഗ് തന്നെ ആ ഒരു വിഷ്വലൈസേഷൻ ഇമാജിനേഷൻ പവർ എല്ലാവർക്കും ഉണ്ട്. പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്നത് മൊത്തം ഇങ്ങനെയാവോ അങ്ങനെയാവോ ആ ഒരു ടെൻഷൻ വെച്ചിട്ടും, അതുപോലെ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഇന്റർവ്യൂവിന്റെ കാര്യമായിക്കോട്ടെ അല്ലെങ്കിൽ ജോലിക്ക് അപ്ലൈ ചെയ്യുന്ന കാര്യമായിക്കോട്ടെ, ഇതിന് വന്നു കഴിഞ്ഞാൽ എന്താവും, എങ്ങനെയാവും, ഇതെനിക്ക് കിട്ടുമോ, എക്സാം ആവുമ്പോൾ ഇതെനിക്ക് എക്സാമിന് കിട്ടുമോ, അല്ലെങ്കിൽ ഇപ്പോൾ എന്നെ എന്താ ഓരോരോ നമ്മൾ വേണ്ടാത്ത കാര്യങ്ങൾ ചിന്തിക്കുന്നത് പകരം നമ്മൾക്ക് എങ്ങനെയാണോ വേണ്ടത് അത് നമ്മളെ ഇമാജിനേഷൻ വേൾഡിൽ നമ്മൾ കൊണ്ടുവരിക. എന്നിട്ട് അത് തിങ്ക് ചെയ്തിട്ട് നമ്മൾ ആ രീതിയിലാവുന്നതായിട്ട് അഡ്വാൻസ് ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യുക എന്നുള്ളതാണ്. അതായത് എങ്ങനെ ആവണം എന്നുള്ളത് നമ്മളെ മൈൻഡിൽ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മളെ ഇമാജിനേഷൻ വേൾഡിൽ നമുക്ക് തിങ്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്തായാലും അത് റിയാലിറ്റിയിൽ സംഭവിക്കും എന്നുള്ളതാണ്. ഇത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് അറിയേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ എല്ലാത്തിനും നമുക്ക് വിഷ്വലൈസേഷൻ ഉപയോഗിക്കാം. ഓൾറെഡി എങ്ങനെ ആവണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, അതിലേക്ക് നമ്മളെ മൈൻഡിനെ ഷിഫ്റ്റ് ചെയ്ത് അതിൽ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യുക. അതിൽ നമ്മൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഇപ്പൊ എന്താ ടൈം അപ്പ് ആയിക്കാണ്ട് ഇപ്പൊ മോർണിംഗിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ് പോവുക, ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക, ഒരു 10 ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക എന്നുള്ള കാര്യം. അപ്പൊ അതേപോലെ തന്നെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ഡേയിൽ ഉണ്ടാവുന്ന ഓരോ കാര്യങ്ങൾ, ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഇന്ന കാര്യം ഇന്ന ഓരോരോ കാര്യങ്ങൾ ചെയ്യണം, നമ്മൾ ഇമാജിനേഷൻ വേൾഡിൽ നമ്മൾ വിഷ്വലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മളെ പ്രാക്ടീസ് എന്ന് പറയുന്നത്. അപ്പോൾ ലൈഫിൽ എന്ത് കാര്യങ്ങളും 2 തവണ സംഭവിക്കുന്നുണ്ട് നമുക്കറിയാം. അതായത് ആദ്യം നമ്മളെ ചിന്തയിൽ സംഭവിച്ച കാര്യങ്ങൾ മാത്രമാണ് റിയാലിറ്റിയിൽ സംഭവിക്കുക. നമുക്ക് ചിന്തയിൽ സംഭവിപ്പിക്കാൻ പറ്റുന്നുണ്ട്, അതായത് നമ്മളെ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ അത് ചെയ്യുന്നതായിട്ടും അത് ഓൾറെഡി ചെയ്തതായിട്ടുള്ള ഫീലിംഗ് നമുക്ക് ഉള്ളിൽ കൊടുക്കാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മളെ റിയാലിറ്റിയിലും കൊണ്ടുവരുത്താൻ നമുക്ക് പറ്റും. അതായത് ഒരു എന്ത് കാര്യം ആദ്യം സംഭവിക്കുന്നത് മനസ്സിലാണ്. ചിന്തയായിട്ട് നമുക്കൊരു മനസ്സിലൊരു വീട് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ വീടിന്റെ ഓരോരോ പണിയും ഓരോ പാർട്ടും നമ്മുടെ മനസ്സിൽ നമ്മൾക്ക് ഓൾറെഡി നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ആ വീടിന്റെ ഓരോ പണിയുടെ കാര്യങ്ങളും തറ ഇടുന്നത് മുതൽ നമ്മളെ മൈൻഡിൽ അത് ഇമാജിനേഷൻ വേൾഡിൽ അത് അവിടെ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അത് അതുപോലെ റിയാലിറ്റിയിൽ സംഭവിപ്പിക്കാൻ നമുക്ക് പറ്റും. അപ്പൊ നിങ്ങൾ ആ ഒരു ഡേന്റെ കാര്യം നിങ്ങൾ അങ്ങനെ ചെയ്യുക. നമ്മൾക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും നമുക്കൊരു ഇന്റൻഷൻ ഉണ്ടാവും. ഒരു കാര്യം ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു ഇന്റൻഷൻ ഉണ്ടാവും, അത് എങ്ങനെയാവണം, ഏത് രീതിയിലാവണം എന്നുള്ളത്. അപ്പൊ അതിലേക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടി നമ്മൾ വിഷ്വലൈസേഷൻ ഉപയോഗിക്കുക. അതേപോലെ തന്നെ ഈ താങ്ക് യു എന്നുള്ള ഫീല്, അതായത് ഒരു ഡേ നിങ്ങൾ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ താങ്ക് യു പറയാം. അതായത് താങ്ക് യു ഫോർ ഗ്രേറ്റ് ന്യൂസ് എന്നുള്ള ഒരു മെസ്സേജ് ആ ഒരു ഓൾറെഡി നമുക്ക് കിട്ടിയതായിട്ടുള്ള ഫീല് വിഷ്വലൈസേഷൻ നമ്മളിങ്ങനെ സംഭവിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു താങ്ക് യു എന്നുള്ള ഗ്രേറ്റ്ഫുൾ ആയിട്ട് ഓൾറെഡി നടന്നിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വിഷ്വൽ ചെയ്യണം. അത് നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെ വിഷ്വലൈസ് ചെയ്യുമ്പോൾ അതിന് താങ്ക് യു ഗ്രാറ്റിറ്റ്യൂഡ് അവിടെ എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ പൊതുവെ നമ്മളൊക്കെ എങ്ങനെയാ വെച്ചാല് രാവിലെ എഴുന്നേൽക്കാൻ ലേറ്റ് ആയി, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ദിവസം നിങ്ങൾ രാവിലെ എഴുന്നേൽക്കാൻ ലേറ്റ് ആയി, അപ്പൊ നമുക്ക് ആകെ ടെൻഷൻ, അയ്യോ ബസ് പോവും, അത് ഇനിയിപ്പോ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെ, ഇനി ബോസ് എന്നെ എങ്ങനെ ചീത്ത പറയും, അങ്ങനെ. ഇതാണ് നമ്മൾ ഇമാജിൻ ചെയ്യുക. ഒരു ദിവസം നമ്മൾ ചെയ്ത കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതിരിക്കെ, അല്ലെങ്കിൽ നമ്മളിപ്പോ കുറെ കാര്യങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ടു ഡു ലിസ്റ്റ് ചെയ്തത് ക്രിയേറ്റ് ചെയ്ത് സെറ്റ് ആക്കാൻ വെച്ചാലും പക്ഷെ നമുക്കത് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആകെ ടെൻഷൻ. അതുപോലെ തന്നെ നിങ്ങൾ ആലോചിച്ചു രാവിലെ എഴുന്നേറ്റ് ഉടനെ ടെൻഷനും ഫിയറോട് കൂടി നമ്മളിങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ്. അതുകൊണ്ട് കാര്യമല്ല, നമ്മളത് ഫീൽ ചെയ്ത് ഇഷ്ടത്തോടു കൂടി ഒരു കാര്യം ചെയ്യുമ്പോഴാണ് നമുക്ക് അതിന്റെ റിസൾട്ട് പെട്ടെന്ന് ഉണ്ടാവുക. ഇപ്പൊ ഞാൻ ഇപ്പോ
ഒരു കാര്യം പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ഇന്ന കാര്യങ്ങൾ ഈ പ്രാക്ടീസിലൂടെ കടന്നു പോകണമെന്ന് വിചാരിച്ച് ടെൻഷൻ അടിച്ച് ബുദ്ധിമുട്ടി ഇടങ്ങാറായി ഇല്ലാത്ത സമയം ഉണ്ടാക്കിയിട്ട് അങ്ങനെ അതല്ല വേണ്ടത്. നമുക്ക് ഫീൽ ചെയ്ത് അത് ക്രിയേറ്റ് ചെയ്യാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇമാജിനേഷൻ വേൾഡിലെ നിങ്ങളൊരു ഡേ എങ്ങനെയാവണമെന്ന് ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വിഷ്വലൈസ് ചെയ്യാം. അത് ടു ഡു ലിസ്റ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് ഓൾറെഡി അങ്ങനെ ആയി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുക. അതിന് ഗ്രേറ്റ്ഫുൾ ആവുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ പ്രാക്ടീസ്. അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.